നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് നല്ലപോലെ വണ്ടി കയറുന്നുണ്ട്. അടി തട്ടാതെ നല്ല ഗംഭീരമായിട്ട് കയറുന്നത് നമുക്ക് ചെക്ക് ചെയ്യുന്നു. നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഗാരേജ് ഓൺ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ന് ഇന്ത്യയിൽ കോമ്പാക്ട് XUV അല്ലെ XUV എന്ന് പറഞ്ഞൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കമ്പനികളിലും. ഇപ്പം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇപ്പം കോമ്പാക്ട് സെഡാൻ അല്ലെങ്കിൽ ഹാച്ച് ബാക്ക് ഇവയെല്ലാം ഒന്ന് മാറിയിട്ട് ഇപ്പം ഇച്ചിരി ഇഷ്ടം XUVയിലോട്ട് മാറിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് കുറേ നാളായിട്ട് XUVകളൊന്നും തന്നെ ഇറക്കാത്ത നമ്മുടെ ഹോണ്ട ഇപ്പം ഏറ്റവും പുതിയ എലവേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കിയ സെൽട്ടോസ്, ഹ്യുണ്ടായി, ക്രെറ്റ, അതേപോലെ തന്നെ സുസുക്കിയുടെ ഗ്രാൻഡ് വിക്ടാര ഇവരുമായിട്ടൊക്കെയാണ് ഇവൻ റോഡിൽ മത്സരിക്കാൻ പോകുന്നത്. എന്നാൽ ആ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഈ റിവ്യൂയിലൂടെ നോക്കാം. എങ്കിലും ഏറെക്കുറെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് സവിശേഷതകളും ഒക്കെ കുത്തി നിറച്ചിട്ടാണ് ഹോണ്ട നമുക്ക് എലവേറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള ഒരു എലവേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ തുടക്കത്തിൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പതിവ് പോലെ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് MG ഹെക്ടറോ ആയിട്ടും അതേപോലെ തന്നെ ചില സൈഡിൽ നിന്നും ഗ്രാൻഡ് വിക്ടാരയായിട്ടൊക്കെ നമുക്കൊരു ചെറിയ സാമ്യം ഈ ഗ്രില്ല് കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ഒരു വേറിട്ട ലുക്കാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനം വാഹനത്തിൻ്റെ റോഡ് പ്രസൻസ് ആണ്. വളരെ വലിയൊരു വാഹനം ഓടി വരുന്നതായിട്ടാണ് നമുക്ക് റോഡിൽ നിന്നും എലവേറ്റിനെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനം വെച്ചാൽ ഈ വളരെ വലിയ ഗ്രില്ലുകളാണ്. ഇതിപ്പോൾ ഹോണ്ടയുടെ ഒരു സിഗ്നേച്ചർ ഗ്രില്ലായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന എല്ലാ മോഡലിലും ഈ ഒരു ടൈപ്പ് ഗ്രില്ലാണ് വാഹനത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താഴെയായിട്ട് ഇത്രയും ഭാഗത്ത് അടച്ച ഗ്രില്ലും ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഗ്രില്ലുമാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. സെൻട്രലായിട്ട് വളരെ വലിയ ഹോണ്ടയുടെ ഒരു ലോഗോ കാണാം. പിന്നീട് വരുന്ന സമയത്ത് അവരുടെ തനതായ ഈ ഒരു ഹെഡ്ലൈറ്റിൽ തുടങ്ങിയ ക്രോം ഫിനിഷ് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് കയറുന്നുണ്ട്. ഇതും ഇപ്പം നമ്മുടെ പുതിയ ഹോണ്ട അമേസിലൊക്കെ തന്നെ കണ്ടുവന്നൊരു കാര്യമാണ്. താഴെയായിട്ട് നമുക്കൊരു വലിയ എയർ ഡാമും അതേപോലെ തന്നെ ഒരു ലിപ്പിൻ്റെ പോർഷനും പിന്നെ നമ്മൾ XUVയിലെല്ലാം തന്നെ കണ്ടുവന്ന സ്കിപ്പ് പ്ലേറ്റിൻ്റെ മോഡൽ ഒരു ഫൈബർ പോർഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും വരുന്നതാണ്. അതായത് തന്നെ ടോപ്പ് ആൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതും ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഏറ്റവും എടുത്തു വരേണ്ടത് വളരെ സ്റ്റൈലായിട്ടുള്ള ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഹെഡ് ലാമ്പ് യൂണിറ്റിനെ പറയാനാണെങ്കിൽ മേലായിട്ട് വളരെ നീളത്തിലൊരു DRL വന്നിട്ടുണ്ട്. ഈ DRL തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റായിട്ടും വർക്ക് ചെയ്യുന്നത്. അതും ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് തന്നെ ലോ ബീമും ഹൈ ബീമും വരുന്നത് നമുക്ക് LED ആണ്. അതും ഗംഭീരമായിട്ടുണ്ട്. ഇതേ ടെയിൽ ലാമ്പും ഇതേ ഗ്രില്ലും തന്നെയാണ് നമുക്ക് പുതിയ അമേസിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി വരാൻ പോകുന്ന വാഹനങ്ങളിലെല്ലാം ഒരു പക്ഷേ ഈ ഒരു ടൈപ്പ് ആയിരിക്കും ഫ്രണ്ട് ലുക്ക്. അത് ഭംഗിയാക്കിയിട്ടുണ്ട്. പുതിയൊരു ഫേസ് ഹോണ്ടയ്ക്ക് നൽകുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. നേരെ താഴെയായിട്ട് നല്ല സ്ക്വയർ ടൈപ്പിൽ ഒരു നമുക്ക് ഫോഗ് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. അതും LED ആണ്. ഇവിടെ അതേപോലെ ഒരു അഡീഷണൽ ഒരു സ്റ്റീൽ ക്രോം ഫിനിഷൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നീട് ഈ സൈഡിൽ തുടങ്ങിയ ഒരു ക്ലാഡിങ് അത് നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. അത് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഞാനത് കാണിക്കാം. പിന്നീട് വരുന്ന സമയത്ത് വളരെ വലിയ ബോണറ്റ് ഏരിയ ആണ് വരുന്നത്. അതായത് ഒരു ഗംഭീര കട്ടിങ്ങും ലൈനുകളൊക്കെ വരുന്ന വളരെ മസ്കുലറായിട്ടുള്ള ഒരു ലുക്കിലാണ് നമ്മുടെ ബോണറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും വിസിബിലിറ്റി ഉള്ള വളരെ വലിയ ഗ്ലാസ് ഏരിയയും ഫ്രണ്ടിലായിട്ട് നമുക്ക് അഡാസിൻ്റെ ക്യാമറയും കാണാനായിട്ട് സാധിക്കും. ഇത് അഡാസ് ലെവൽ 2 ആണ് കമ്പനി നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ മുൻഭാഗ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ വശക്കാഴ്ച. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് വശക്കാഴ്ച അതപ്പം ഒരു സുഹൃത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ബൈജുവൻ നായർ പേറ്റൻ്റെ അടുത്തൊരു വാക്കാണ് നിങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ. അതൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. വളരെ സന്തോഷം നിങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു കമൻറ്റ് ഇടുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ വശക്കാഴ്ച എന്ന് പറയുന്നില്ല, സൈഡ് വശക്കാഴ്ച എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഇത് വളരെ ഗംഭീരമാണ്. ഇത് നമ്മുടെ മിക്ക XUVയിലും കണ്ടുവന്നൊരു സാധനമാണ്. ഇത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി നേരെ വീലാർച്ച്, വളരെ വലിയ വീലാർച്ചാണ്. അതിൽ തുടങ്ങി നേരെ ബാക്കിലേക്ക് ചെന്ന് ബാക്കിലത്തെ ബമ്പർ വരെ അത് നീളുന്നുണ്ട്. വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് 17 ഇഞ്ച് വീലുകളാണ്. അതായത് 215/55 R17 ആണ് വാഹനത്തിൻ്റെ വീല് വരുന്നത്. അതും ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. വലിയ വീലുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിൻ്റെ XUVത്വം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. എവിടെ വേണേലും നമുക്കൊരു ഓഫ് റോഡ് ചെയ്യാൻ ഈ വാഹനം നമുക്ക് കോൺഫിഡൻസ് നൽകും. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട്. അതും ഗംഭീരമായിട്ടുണ്ട്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. ഇതിപ്പോൾ ഹോണ്ടയിലെ എല്ലാ വാഹനത്തിനും അഡീഷണൽ നമുക്ക് ചെയ്യാൻ പറ്റും. അമേസിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് നമുക്ക്
ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വളരെ വലിയൊരു സൈഡ് ബീം മിററാണ് വരുന്നത്. ഇതിനകത്തൊരു ക്രോം ഫിനിഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൽ താഴെയായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ. ഇത് നമുക്ക് ഓട്ടോ ഫോൾഡിങ്ങും അതേപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ആയിട്ടുള്ളൊരു മിററാണ് വാഹനത്തിന് വരുന്നത്. അതും വളരെ നന്നായിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ലൈൻ വാച്ച് ക്യാമറ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതും ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നീട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കെയർലെസ് എൻട്രിയുടെ ഒരു സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. ഡോറെല്ലാം തന്നെ നമുക്കൊരു ക്രോം ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് ഒരു കോഫി ബ്രൗൺ കളറിൽ ഒരു ബീഡിങ് ഭാഗം വന്നിട്ടുണ്ട്. ഇതും ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ താഴത്തെ ക്ലാഡിങ്ങിൻ്റെ കൂട്ട് തന്നെ മേളിലും ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് വന്നിട്ടുണ്ട്. പിന്നീട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തുടങ്ങിയ ഈ ഒരു ക്രോം എലമെൻറ്റ് നേരെ ബാക്കിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ എ പില്ലർ, ബി പില്ലർ, സി പില്ലർ വരുന്ന സമയത്ത് വളരെ വലിയ സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. പക്ഷേ ഇതൊരു വളരെ വലിയ സൈസിലാണ് നമ്മുടെ സി പില്ലറൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നും കംഫർട്ട് എത്രത്തോളം ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വാഹനത്തിൻ്റെ ലെങ്ത്ത് പറയാനാണെങ്കിൽ നമുക്ക് 4312 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത് ബെസ്റ്റാണ് ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ വാഹനത്തിൻ്റെ വിഡ്ത്ത് പറയാനാണെങ്കിൽ നമുക്ക് 1790 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതേപോലെ തന്നെ ഹൈറ്റ് വരുന്ന സമയത്ത് 1650 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊരു XUV പോലെ തന്നെ നമ്മുടെ എലിവേറ്റും ഗംഭീരമാണെന്ന് പറയാം. പിന്നീട് എടുത്തു പറയേണ്ടത് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. അത് വേറെ ഒരു വാഹനത്തിനും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം എലിവേറ്റിനാണ് 220 mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ അതും ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാം. ഫ്രണ്ടിലൊക്കെ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ ബാക്കിൽ ഡ്രമ്മാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ഭാരവും താങ്ങാൻ പറ്റുന്നതല്ല, കുറച്ച് ഷോയ്ക്കൊക്കെ വേണ്ടി വെച്ചിരിക്കുകയാണ്. എങ്കിലും നല്ല ബലം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലേക്ക് വരാം. നമുക്ക് പിൻഭാഗത്തേക്ക് വരുവാണെങ്കിൽ അടിപൊളി ഒരു ഷാർപ്പിൻ ആൻറ്റിന വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ബാക്ക് ഡിസൈൻ, ഇതാണ് നമ്മുടെ ഗംഭീരമായിട്ടുള്ള എലിവേറ്റിൻ്റെ ബാക്ക് ഡിസൈൻ. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കണ്ടുവന്ന രീതിയിലുള്ള ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. പക്ഷേ ലാമ്പ് കണക്റ്റഡ് അല്ല. ഇത്രയും ഭാഗം നമുക്ക് ഡെമ്മി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിഗംഭീരമായിട്ടുള്ള ടെയിൽ ലൈറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ പഴയ അമേസിലൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് ഒരു ഡിസൈനാണ്. ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഹാലജൻ ആണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതേ ഇവിടെ തന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിൻ്റെ ലൈറ്റ് യൂണിറ്റും കാണാനായിട്ട് സാധിക്കും. അതൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡീഫോഗർ വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇതിന് നമുക്ക് 360 ക്യാമറയൊന്നും തന്നെ വരുന്നില്ല. അതേപോലെ സെൻട്രലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ സൈഡിലായിട്ട് നമുക്ക് എലവേറ്റർ എന്ന് വളരെ നീളത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ലെഗസിയോടുകൂടിയുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഹോണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഐവിടെക് എഞ്ചിൻ്റെ ടെക്നോളജി ബാഡ്ജിങ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. റിഫ്ലക്ടർ രണ്ട് ഭാഗത്തും കാണാം. അതേപോലെ തന്നെ റിവേഴ്സ് സെൻസേഴ്സ് കാണാം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിരിക്കും. അതേപോലെ തന്നെ സ്കിപ്പ് ലൈറ്റിൻ്റെ പോർഷൻ ബാക്കിലായിട്ട് കാണാൻ പറ്റും. അത് പ്ലാസ്റ്റിക് പോർഷനാണ്. പക്ഷേ എങ്കിലും പക്ക ഒരു XUV-ത്വം നമുക്ക് ബാക്കിൽ കാണാനായിട്ട് സാധിക്കും. ഈ ബാക്ക് കണ്ടു കഴിയുമ്പോൾ എനിക്ക് പഴയ CRV ഒക്കെയാണ് ഓർമ്മ വരുന്നത്. എലിവേറ്ററിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ വെച്ചാൽ ഈ ബാക്കാണ്. നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമുക്ക് ടെയിൽ ഗേറ്റ് നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ ഗംഭീരമായ ബൂട്ട്. നിങ്ങൾ ഈ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കൂ. 458 ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് വരുന്നത്. ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുന്ന രീതിയിലേക്കാണ് ബൂട്ട്. അത്രയും സ്പേസാണ് വാഹനത്തിൻ്റെ ബൂട്ട്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും വലിയ ബൂട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ അകത്ത് ഒരു രീതിയിലുള്ള സ്പേസിനും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ബൂട്ടും മാരകമാക്കിയിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് സ്പെയർ വീലും ജാക്കി സ്പെയർ കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹാലജൻ ലാമ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്കാണ് വരുന്നത്. നമുക്ക് വെയിറ്റൊക്കെ അത്യാവശ്യം തൂക്കിയിടാൻ പറ്റിയ സാധനങ്ങളാണ്. ഈ സീറ്റുകൾ നമുക്ക് 60-40 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 3 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഹെഡ് റെസ്റ്റുകളൊക്കെ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രേ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് ഓൾറെഡി പാർസൽ ട്രേ ഉള്ള വാഹനമാണ്. ഇത് അതിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. അതും ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കൊരു ഹാൻഡിലൊക്കെ വരുന്നത്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം. എലിവേറ്ററിൻ്റെ
ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനൊരു ഇൻറ്റീരിയർ നിങ്ങൾക്ക് ലഭിക്കില്ല, അത്രയും മനോഹരമാണ്. ഇവിടെയൊക്കെ ഒരു ഫാബ്രിക് ഭാഗമൊക്കെ കാണാം. ഇത് അടിപൊളിയാണ്, നമുക്ക് കൈയൊക്കെ വെച്ച് ഓടിക്കാനായിട്ട് ഗംഭീരമായിട്ട് പറ്റിയ ഒരു കുഷ്യനാണ്. ഇവിടെയും അതേപോലെ തന്നെ ആ ഒരു ലെതർ പാഡൊക്കെ കാണാനായിട്ട് സാധിക്കും, ഇതും ഗംഭീരമായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളും ഗ്ലാസ് ലോക്ക് സ്വിച്ചുകളും അതേപോലെ തന്നെ വാഹനം ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ചുകളും അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റബിൾ സ്വിച്ചുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഇവിടെ ഒരു സിൽവർ കളർ ലൈനൊക്കെ പോയിട്ടുണ്ട്, അതും ഗംഭീരമാക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ടൂട്ടറിൻ്റെ ഭാഗം കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ലൈൻ വാച്ച് ക്യാമറയുടെ സ്വിച്ചാണ്. ഇത് നിങ്ങൾ അകത്ത് കയറുമ്പോൾ കാണിച്ചു തരാം. ഗംഭീര വിങ്സുകളൊക്കെ വരുന്ന അടിപൊളി സീറ്റുകളാണ് വാഹനത്തിന് വരുന്നത്. ഹെഡ് റെസ്റ്റ് നല്ല അടിപൊളി അഡ്ജസ്റ്റബിൾ ആണ്. ഇതൊക്കെ നല്ല പ്രീമിയം ലുക്കിലാണ് വരുന്നത്. നമുക്ക് BM-ലെ കണ്ടുവന്ന പോലുള്ള ഒരു ഡിസൈനൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കാണാം. ഇതൊക്കെ അടിപൊളിയാണ്, ഗംഭീര കംഫോർട്ടാണ് വാഹനം തരുന്നത്. അപ്പോൾ ലൈൻ വാച്ച് ക്യാമറയുടെ സ്വിച്ചിനെ പറ്റി നിങ്ങൾ ഞാൻ പറഞ്ഞ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കാം. ഇത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ക്യാമറ ഓൺ ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റിയറിംഗിലേക്ക് തന്നെ വരാം. ആദ്യം തന്നെ നമുക്ക് ഹോണ്ടയുടെ ലോഗോ കാണാം. ഇത് നമുക്ക് മറ്റ് പല ഹോണ്ട വാഹനങ്ങളും കണ്ടുവന്ന അതേ സെയിം സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. രണ്ട് സൈഡിലും വയർ നിറച്ച് നമുക്ക് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് ഇവിടെ. നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളുകളും അതുപോലെ ലൈൻ അസിസ്റ്റൻറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിസ്റ്റം കൺട്രോളുകളെല്ലാം തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇവിടെയാണ് നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. നമുക്ക് അനലോഗും അതേപോലെ തന്നെ ഡിജിറ്റലുമായിട്ടുള്ളൊരു ക്ലസ്റ്ററാണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് നിരത്തിയിട്ടുണ്ട്. വളരെ ഒരു പ്രീമിയം ലുക്ക് തന്നെ വാഹനം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ മീറ്ററിലോട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് 10 ഇഞ്ചിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു സിസ്റ്റമാണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. ഇതിനകത്ത് ഹോണ്ട കണക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സകലമാന സാധനങ്ങളും വന്നിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള, ഇത്രയും നാൾ എല്ലാവരും ഒരു പരാതി എന്ന് വെച്ചാൽ ഹോണ്ട ഏറ്റവും പുതിയ ന്യൂജനായിട്ട് മാറിയിട്ടില്ല, പുതിയ ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന പല വാഹനങ്ങൾക്കും ഒത്തിരി ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം എലവേറ്റ് വന്നപ്പോഴത്തേന് മാറിയിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സ് കുത്തിനിറച്ചിട്ടാണ് വാഹനം വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് 2 AC വെന്റുകൾ കാണാം. സെൻട്രലായിട്ട് നമുക്ക് ഹസാർഡിന്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ഓട്ടോ AC-യുടെ കൺട്രോളുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു സിൽവർ ലൈനൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇന്റീരിയർ പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, ഇതൊരു വുഡൻ ബ്രൗൺ കളർ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ക്യാമൽ കളറും വരുന്നുണ്ട്. ഈ അടിപൊളി ലെതർ സ്റ്റിച്ചിങ് ഒക്കെയാണ് വന്നിട്ടുള്ളത്, അത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ AC വെന്റിന് ചുറ്റുമൊക്കെ ആ ഒരു സിൽവർ ലൈൻ വന്നിട്ടുണ്ട്, അതും ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഡോറിലും ഒട്ടും മോശമല്ല, ഫുൾ ലെതർ മയമാണ് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡറൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിവിടെ നല്ല വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വയർലെസ് ചാർജിൻ്റെ പോർഷൻ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അത് വേണ്ട, ഇനി 12 വോട്ടിൻ്റെ ചാർജ് വേണമെങ്കിൽ അതുകൊണ്ട്, അതുമല്ല രണ്ട് USB കണക്ട് ചെയ്യാവുന്ന നമുക്ക് USB കേബിളിൻ്റെ പോർട്ടും കാണാനായിട്ട് സാധിക്കും. താഴെ നമുക്ക് വയർലെസ് ചാർജറിൻ്റെ ഒരു സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ്. പിന്നെ നമുക്ക് CVT ഗിയർ ബോക്സ് ഉണ്ട്. ഇത് CVTയും 6 സ്പീഡ് മാനുവലും നമുക്ക് അവൈലബിൾ ആണ്. CVT ഒക്കെ അറിയാമല്ലോ, ഗംഭീരമാണ് ഹോണ്ടയുടെ CVT. പിന്നെ ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത്, അതൊക്കെ സൂപ്പറാണ്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട് 2 സൈഡിലും. ഇത് പക്ഷേ ലെതർ അല്ല, പ്ലാസ്റ്റിക് പോസ്റ്റാണ്. പക്ഷേ ഇത് ആ ഒരു സീറ്റിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ പോർഷൻ കാണാം. ഏറ്റവും ഗംഭീരം എന്ന് പറഞ്ഞാൽ CVTക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്റീരിയറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ്. നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ സ്വന്തം സൺറൂഫാണ്. ഇത് പാനോറമിക് സൺറൂഫ് അല്ല വരുന്നത്, പക്ഷെ 1 ടച്ച് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന നല്ല അടിപൊളി സൺറൂഫാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയാണെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്കിവിടെ ഒരു ഹാൻഡിൽസ് ഒക്കെ വന്നിട്ടുണ്ട്, അതും അടിപൊളിയായിട്ടുണ്ട്. ക്വാളിറ്റി മിററും കാര്യങ്ങളൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഉണ്ട് റീഡിങ് ലാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്, അതും ഗംഭീരമായിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് മിററുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാലിറ്റി മിററൊക്കെ തന്നെ വന്നിട്ടുണ്ട്, അതും ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എലിവേറ്ററിൻ്റെ മുൻഭാഗ കാഴ്ചകൾ. വാഹനത്തിൻ്റെ പിൻഭാഗ കാഴ്ചകൾ നമുക്ക് നോക്കാം. സെക്കൻഡ് റോയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്കിരുന്ന് ഉള്ളൊരു ലക്ഷറി യാത്രയാണ് ഈ വാഹനം തരുന്നത്. അടിപൊളി ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 പേർക്കും ഹെഡ് റെസ്റ്റുകളുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഒന്നും അധികം താഴെയല്ല. പക്ഷെ എനിക്ക് ഈ വാഹനത്തിൽ ഒരു പക്ക ഒരു പ്രീമിയത്തിൽ ഇരുന്ന് ഒരു യാത്ര ചെയ്യുന്ന ഒരു എന്താ പറയുന്നത്,
ഒരു മുതലാളിത്തം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. വളരെ തൈ സപ്പോർട്ടുണ്ട്. ഇതിന്റെ സ്പേസ് തന്നെ നിങ്ങൾ കണ്ടല്ലോ. നോർമലി ഒരു 5.5 അടിയുള്ള ഒരാൾ വാഹനം ഓടിച്ചതിന് ശേഷം ആ രീതിയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് രണ്ടും. എന്നിട്ട് പോലും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 അടിയോളം ഇനി സ്പേസ് കിടക്കുകയാണ്. പറഞ്ഞ ഫ്രണ്ടില് നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർ ഫ്രണ്ടിൽ ഇരിക്കുകയും അതേ ഹൈറ്റ് ഉള്ളവർ ബാക്കിൽ ഇരുന്നാൽ പോലും ഒരു രീതിയിലും സ്പേസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കമ്പനി ചെയ്തിട്ടില്ല. സാധാരണ സീറ്റൊക്കെ കുറച്ചിട്ടാണ് പല കമ്പനികളും സ്പേസ് കോംപ്രമൈസ് ചെയ്തത്. പക്ഷേ ഇതിൽ അതിലൊന്നും പറഞ്ഞിട്ടില്ല. ബൂട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഗംഭീര സ്പേസ് ആണ് വാഹനം. പിന്നെ സെൻട്രലായിട്ട് നമുക്ക് AC വെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ തന്നെ നമുക്കൊരു ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട്, അതും ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ പുറയിലും നമുക്കൊരു റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പനോരമിക് അല്ല സൺറൂഫ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനൊരു പോരായ്മ എന്നുള്ളത്. സീറ്റൊക്കെ അന്യായമാണ്, ഭയങ്കര കംഫർട്ടിലാണ് സാധനം വെച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ടൂട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെയും നമുക്ക് ഹാൻഡ് റെസ്റ്റ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, കുഷ്യനാണ്. മൊത്തത്തിൽ ബാക്കും ഒരു അടിപൊളി ഫീലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് എലിവേറ്ററിന്റെ ഡ്രൈവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാഹനത്തിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും പോലെ തന്നെ കംഫർട്ടാണോ ഡ്രൈവ് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനം ഡ്രൈവ് ആണല്ലോ. അപ്പോൾ വാഹനത്തിന്റെ സസ്പെൻഷനും അതുപോലെ തന്നെ വലിവും പെർഫോമൻസ് എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാഹനത്തിന്റെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ 1500 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതായത് നമ്മുടെ ഹോണ്ട സിറ്റിയിലെല്ലാം തന്നെ കണ്ടുവന്ന ആ സെയിം ഒരു എഞ്ചിനാണ് വരുന്നത്. 145 Nm ടോർക്കും അതേപോലെ 119 bhp പവറും തരുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എഞ്ചിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഐവിടെക് ടെക്നോളജി അറിയാലോ, ഫോർമുല 1 തന്നെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പോൾ വാഹനത്തിന് എഞ്ചിനെ പറ്റി നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. കാരണം 10 വർഷം വരെ ഹോണ്ട ഇപ്പം എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് എഞ്ചിന്റെ റിഫൈൻഡ് അല്ലെങ്കിൽ എത്രത്തോളം എഞ്ചിന്റെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം എഞ്ചിനെ പറ്റി നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. ഇനി നമുക്ക് അറിയേണ്ട എഞ്ചിന്റെ പെർഫോമൻസ് ആണ്, എത്രത്തോളം കംഫർട്ടാണ്. CVT പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് തന്നെ ഏറ്റവും ഗംഭീര ട്രാൻസ്മിഷൻ ആണ് CVT നമുക്ക് പറയാം. കാരണം AMT ഒന്നും ഇതിന്റെ 7 അയലത്തേ വരില്ല, അത്രയ്ക്ക് കംഫർട്ടാണ്. പിന്നീട് ഇപ്പം ഹോണ്ടയിൽ വന്നിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. അതായത് ഈ വാഹനം തന്നെ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് വാഹനം വന്നിട്ടുള്ളത്. അതേപോലെ ഒറ്റ ടച്ചിൽ തന്നെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, ഒറ്റ ടച്ചിൽ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ലൈൻ വാച്ച് ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇതിനേക്കാൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് വാഹനത്തിന്റെ റിവേഴ്സ് ക്യാമറ. ഞാൻ വേണം അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ക്ലാരിറ്റി തന്നെയാണ് നമുക്ക് റിവേഴ്സും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, ലൈൻ വാച്ച് ക്യാമറ വരുന്നുണ്ട്, ലൈൻ അസിസ്റ്റന്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ADAS ലെവൽ 2 വരുന്നുണ്ട്, എയർ ബാഗ്, ABS എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അതായത് സേഫ്റ്റിയുടെ കാര്യത്തിൽ എലവേറ്റിനെ വെല്ലാൻ വേറൊരു വാഹനമില്ല എന്ന് പറയാം. അത്രയും ഗംഭീര ഫീച്ചേഴ്സാണ് ഹോണ്ട നൽകിയിട്ടുള്ളത്. അപ്പം എഞ്ചിന്റെ കാര്യത്തിലും ടോപ്പ് 1 ആണ്, സേഫ്റ്റിയുടെ കാര്യത്തിലും ടോപ്പ് 1 ആണ്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കംഫർട്ടാണ്. ഈ വാഹനം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും വളരെ കംഫർട്ടായിട്ടാണ് ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ ഇതിന്റെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഓടിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഇത്രയും സീറ്റിംഗ് കംഫർട്ട് കിട്ടുന്ന വേറെ വാഹനമില്ല. കാരണം വെച്ചാൽ ഇതൊരു ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു XUV ആയിട്ട് പോലും വാഹനത്തിന്റെ ബോഡി റോള് വളരെ 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 കുറവാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിറർ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ലെഫ്റ്റ് സൈഡിലെ ലൈൻ വാച്ച് ക്യാമറ ഓൺ ചെയ്താൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നോക്കിയിട്ട് കയറാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു അടിപൊളി ഫീച്ചറാണ്. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ബോഡി റോളിനെ പറ്റി. കിയയിലൊക്കെ കയറുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു നോർമൽ റോഡിൽ പോയപ്പോൾ നല്ല ബോഡി റോളിംഗ് ഉള്ള വാഹനമാണ്. പക്ഷെ അതേ സെഗ്മെന്റിൽ അതേ ഹൈറ്റിലും ലെങ്തിലുള്ള അതിനേക്കാൾ വീൽ ബേസ് ഉള്ള വാഹനമാണ് എലിവേറ്റ്. എന്നാൽ എലിവേറ്റിന്റെ യാത്രാ കംഫർട്ട് വളരെ ഗംഭീരമാണ്. അത് ഫ്രണ്ട് സീറ്റ് മാത്രമല്ല ബാക്കിലും പക്ക ഒരു ലക്ഷറി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന അതേ ഫീലാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ആൾക്കാർക്ക് അറിയാം എത്രത്തോളം ഹോണ്ട എത്രത്തോളം വലുതാണ്, അല്ലെ ഹോണ്ടയുടെ ഒരു വിശ്വാസത എന്താണെന്നുള്ളത്. അതേ വിശ്വാസത ഈ എലിവേറ്റിന് നൽകിയിട്ടുണ്ടെന്നുള്ള ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വാഹനം നല്ല കട്ടലും കുഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ ഒരു സസ്പെൻഷന്റെ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇതിലേ വന്നത്. എന്നിട്ട് പോലും ഒരു രീതിയിലുള്ള സൗണ്ടുകളോ കാര്യങ്ങളോ ഷെയ്ക്കുകളോ വെളിയിലത്തെ നോയ്സുകളോ ഈ മേളത്തിന്റെ ഒന്നും തന്നെ വേറെ നോയ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അകത്തേക്ക് കയറുന്നില്ല. അതായത് പുറത്തെ സൗണ്ടുകളൊന്നും തന്നെ അകത്തേക്ക് നമുക്ക് അധികമായിട്ട് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി നല്ലപോലെ വണ്ടി കയറുന്നുണ്ട്. ഇനിഷ്യൽ പിക്കപ്പിന്റെ കാര്യത്തിൽ ഒരു രീതിയിലും കമ്പനി കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. കാരണം നമ്മൾ CVT ആയിട്ട് പോലും കാല് ജസ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മാനുവലിൽ ഗിയർ മാറി നമ്മൾ പോകുന്ന പോലെ തന്നെയാണ് വണ്ടി പറക്കുന്നത്. അപ്പം പെർഫോമൻസ് കാര്യത്തിൽ ഇവൻ ഒട്ടും പിന്നിലല്ല, അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ കട്ടിങ് ആണ്. വാഹനം എങ്ങനെയാണ് നല്ല അടി തട്ടാതെ നല്ല ഗംഭീരമായിട്ട് കയറുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടി സ്മൂത്ത് ആയിട്ട് തന്നെ വാഹനം
കയറിയിട്ടുണ്ട്. ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് എന്തിനാണെന്നൊക്കെ ഈ ഒരു കട്ടിങ് കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. റോഡ് പ്രസൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, എന്തോരം റോഡ് പ്രസൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഡ്രൈവിൽ തന്നെ നമുക്ക് മനസ്സിലായി കാണും. എല്ലാം കൊണ്ടും എലിവേറ്റ് ഒരു ഗംഭീര വാഹനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡ്രൈവും കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഇരുന്ന് കൺക്ലൂഷൻ ചെയ്യാന്ന് വെച്ചിട്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമാണ് വാഹനത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വാഹനത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈലേജിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് 15 കിലോമീറ്റർ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ CVT-ലേക്ക് വരുന്ന സമയത്ത് അത് 17 മാറുന്നുണ്ട്. ഹോണ്ടയുടെ എഞ്ചിന്റെ മൈലേജിനെ പറ്റി പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് തർക്കങ്ങളൊന്നും വേണ്ട. വർഷങ്ങളായിട്ട് നമുക്ക് നിരത്തിലോടി തഴക്കവും പഴക്കവും വന്നൊരു എഞ്ചിനാണ്. അപ്പം മൈലേജിനെ പറ്റി വലിയ തർക്കമില്ല. ഏകദേശം അതിനോട് അടുത്ത് തന്നെ നമുക്ക് മൈലേജ് കിട്ടുമെന്ന് തന്നെ ഉറപ്പിക്കാം. പിന്നീട് വാഹനത്തിന്റെ യാത്രാ കംഫർട്ടിനെ പറ്റി പറയാം. വളരെ കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. വളരെ ബോഡി റോളൊക്കെ കുറഞ്ഞ ഒരു വാഹനമാണ് എലിവേറ്റ്. നല്ല ബ്രേക്കിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അഡാസ് ലെവൽ 2 വരുന്നുണ്ട്. ലൈൻ വാച്ച് ക്യാമറ, ABS, എയർ ബാഗ്, EB6 എയർ ബാഗ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നീട് ലുക്കിന്റെ കാര്യത്തിലാണ് ഗംഭീരമാണ്. 17 ഇഞ്ച് വീലുകൾ വരുന്നുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള വാഹനമാണ് എലിവേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിലവിൽ 7 നിറങ്ങളിലാണ് വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പം 2 ഡ്യുവൽ ടോണും വരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും പുതിയത് ബ്ലാക്ക് എഡീഷൻ നമുക്ക് ഇന്ന് ലോഞ്ച് ആയിട്ടുണ്ട്, പക്ഷെ വാഹനം ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ 2 ദിവസത്തിനുള്ളിൽ ബ്ലാക്ക് എഡീഷന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിടുന്നതായിരിക്കും. അപ്പം വാഹനത്തിന്റെ വിലയെ പറ്റി പറയാനാണെങ്കിൽ SV എന്ന് പറയുന്ന ഒരു വേരിയന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് അവൈലബിൾ അല്ല. ഇപ്പൊ നമുക്ക് VX, ZX എന്ന് പറയുന്ന 3 വേരിയന്റിലാണ് വാഹനം വരുന്നത്. അപ്പൊ നമുക്ക് 14 ലക്ഷത്തിൽ ഓൺ റോഡാണ് ഞാൻ പറയുന്നത്. 14 ലക്ഷത്തിൽ നമുക്ക് വില തുടങ്ങി 19 ലക്ഷത്തിലാണ് നമുക്ക് വാഹനത്തിന്റെ വില ക്ലോസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വാഹനത്തിന്റെ വില 19 ലക്ഷമാണ്. ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വിലക്ക് കിട്ടുന്നത്. വില ഒട്ടും കൂടുതലല്ല, കാരണം ഈ ഒരു കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഫീച്ചേഴ്സ് കൂടുതലും വില കുറവാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എലിവേറ്റ് എന്തുകൊണ്ട് ഈ ഒരു സെഗ്മെന്റിലെ ബെസ്റ്റ് കാറാണെന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയും നന്നായിട്ട് ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ മൈലേജും ഈ ഗംഭീരമായിട്ടുള്ള എഞ്ചിനും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിന്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. വാഹനത്തിന്റെ ബുക്കിങ്ങിനും മറ്റു വിശേഷത്തിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചേക്കുക. പാലസ് ഹോണ്ട കായംകുളത്തു നിന്നാണ് നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ മൈലേജ്. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നതിന് അതുവരെ എല്ലാവർക്കും ബൈ.